സർ, ആഗോള അയ്യപ്പ സംഗമവും കഴിഞ്ഞു, പന്തളത്ത് അയ്യപ്പ സംരക്ഷണ സംഗമവും കഴിഞ്ഞു, സമ്മേളനവും കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ നിലപാടുകൾ രംഗത്തെത്തുന്നത്. നമുക്കറിയാം, NSS എപ്പോഴും UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. NSS-ന്റെ വോട്ട് എന്ന് പറയുന്നത് UDF-ന് അവരിങ്ങനെ കരുതി വെച്ചേക്കുന്നതാണ്. അത് വേറെ ആർക്കും പോകില്ല എന്ന വിശ്വാസം UDF-നുണ്ട്. പക്ഷേ ഇത്തവണ സുകുമാരൻ നായർ പണി കൊടുക്കും, അതിന്റെ വലിയ ആശങ്ക UDF-നുണ്ട്. കാരണം ശബരിമല വിഷയം, ഇപ്പൊ ശബരിമല അയ്യപ്പനിപ്പോ പിന്നെ എന്താ പൊളിറ്റീഷ്യനായി മാറിയിരിക്കുകയാണ്. UDF-ന്റെതാണോ BJP-യുടേതാണോ CPM-ന്റെതാണോ എന്ന് അറിയില്ല, ആ വഴിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോ ഇപ്പോ സുകുമാരൻ നായർ പറയുന്നു ഹിന്ദുക്കളുടെ വോട്ട് UDF-ന് വേണ്ട, പിന്നെ നായന്മാരുടെ വോട്ട് ഞങ്ങൾ UDF-ന് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് NSS എന്ന് പറയുന്ന സുകുമാരൻ നായർ അല്ല. അതുകൂടി അദ്ദേഹം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന എത്ര നായന്മാരുണ്ട് എന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. പക്ഷെ എന്തോ ദുരൂഹ ലക്ഷ്യത്തോടെയാണ് ഇത് സുകുമാരൻ നായർ പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ഒരു UDF ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടാണോ NSS സ്വീകരിക്കുന്നത്? NSS-ന്റെ രാഷ്ട്രീയമായി ഇന്നലെ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമാണ് ഇന്നലെ പറഞ്ഞത്. ഈ അയ്യപ്പ സംഗമം അദ്ദേഹം പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ NSS പങ്കെടുത്ത ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള അയ്യപ്പ സംഗമം, അതിന്റെ പേര് അയ്യപ്പ സംഗമം തന്നെ. അയ്യപ്പ സംഗമം കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണേൽ അവിടെ പറയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പുറകിൽ വാർത്താസ് അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ അത് പറയുകയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം നടന്നു. ഇന്നലെ RSS-ന്റെയും അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഗമം പന്തളത്ത് നടക്കുന്നു. അപ്പോൾ തുലനം ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ ഉണ്ടായ സംഗമവും അല്ലെങ്കിൽ മാധ്യമങ്ങൾ പെരിപ്പിച്ച് കാണിച്ച സംഭവവും ഇന്നലത്തെ ആയിരുന്നല്ലോ. അല്ലെങ്കിൽ അതിനായിരുന്നു മെനഞ്ഞാന്നത്തത് അങ്ങ് പൊളിഞ്ഞു, ഇന്നലത്തത് അങ്ങ് പൊലിച്ചു എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ളൊരു വാർത്തയാവുന്നത്. അപ്പൊ ഇന്നലെ ഈ വർത്തമാനം സുകുമാരൻ നായർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്നത്തെ രാഷ്ട്രീയമുണ്ട്. അതായത് സുകുമാരൻ നായർ ഇതുവരെ പറഞ്ഞിരുന്നതും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് നിലപാടിനകത്ത് ശക്തമായ നിലപാടെടുത്ത ആളാണ്. അതായത് ആ ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ഗവൺമെൻറ് എടുത്തതിനകത്ത് തീർത്തും അതായത് ഒരു ഇളവുമില്ലാതെ നിലപാടെടുത്ത ആളാണ്. അതിനകത്ത് വെള്ളാപ്പള്ളി പോലും അതിൽ ഇങ്ങോട്ടും ഒക്കെ നിന്ന് ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ചപ്പോൾ ഇപ്പോൾ ഈ നിലപാടിനകത്ത് രണ്ട് കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിയാം. അന്ന് യുവതിയെ കയറ്റിയതിനകത്ത് യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനകത്ത് ഗവൺമെൻറ്റിനെ പഴിക്കുന്നത് ചുമ്മാതെയാണ്. ആചാര ലംഘനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി CPM യാതൊരു കാരണവശാലും നിന്ന് കൊടുത്തിട്ടില്ല. അതായത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയും അല്ലെങ്കിൽ അത് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനെ, അതിന് നേതൃത്വത്തിലുണ്ടായ സർക്കാരിനും ഇതുവരെ കേട്ടിരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല, അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അതായത് ശബരിമലയുടെ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ് ഇത്. കോൺഗ്രസ് യാതൊരു കാരണവശാലും ഇതിനകത്ത് വേറെ വലിയ പൊളിറ്റിക്സ് പറഞ്ഞത്. വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നറിയാം? മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം. എന്ന് വെച്ചാൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം. വെള്ളാപ്പള്ളി പറയുന്നുണ്ടല്ലോ. അതായത് അവരുടെ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വത്തിലാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യം മാത്രം പുള്ളിക്ക് പറഞ്ഞത്. അപ്പം അതിനാരാണ് താല്പര്യമായിട്ട് നിൽക്കുന്നത്? UDF ആണ്. UDF വഴങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടക്കത്തുള്ളൂ എന്ന് വെള്ളാപ്പള്ളി പലവട്ടം സ്പഷ്ടമായിട്ട് പറയുമ്പോൾ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനകത്ത് ഞങ്ങളുടെ കൂടെ കൂടിയപ്പോൾ മാറിയെന്ന് പറയുന്ന സതീശൻ, കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന എടുത്തു വെച്ച് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ജനം മൊത്തം പറയും ഇതാണ് ഇതിൻ്റെ ഭരണഘടന, ശരീഅത്ത് നിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ കൂടെ നിങ്ങളെങ്ങനെ കൂടാൻ പറ്റും? നിങ്ങളെങ്ങനെ മതേതര പാർട്ടി ആവുമെന്ന് ഇവിടുത്തെ BJP-കാരൻ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇന്നലെ NSS ചോദിച്ചത്? ആർക്ക് വേണ്ടിയാണ് ചോദിച്ചത്? ഈ നിലപാട് തന്നെയാണല്ലോ CPM കുറച്ച് ദിവസം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് ആകെ നിൽക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ നാളെ കാലത്തെ ഉണ്ടെങ്കിൽ CPM ആണ്. മനസ്സിലാവുന്നല്ലോ. ഹിന്ദു വോട്ട് കോൺഗ്രസിന് വേണ്ട. അതായത് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പാർട്ടിയാണെന്ന് രണ്ട് പ്രബല സമുദായങ്ങൾ പറഞ്ഞിരിക്കുന്നു അയ്യപ്പ സംഗമത്തിന് ശേഷം. അയ്യപ്പ സംഘം നടത്തിയ CPM ഞാൻ പറഞ്ഞില്ല, അയ്യപ്പ സംഘത്തിന് അത് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അതിനകത്ത് പിണറായി വിജയനെ അംഗീകരിക്കണം കേട്ടോ. CPM-ന് ഇതുവരെ ഈ തെറ്റുകൾ സമ്മതിക്കുന്നതിന് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഇത്രയും വേഗത്തിൽ സമ്മതിക്കില്ല. കാരണം ജ്യോതി ബാസുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കണമെന്ന് തീരുമാനിക്കാത്ത പാർട്ടിയാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു
പറ്റിപ്പോയില്ല. ഇത് ചരിത്രത്തിന്റെ താളുകളിൽ ഒരു CPM-ന്റെ ഒരു വട്ടമാണെങ്കിലും ഒരു ദിവസമാണെങ്കിലും ഒരു പ്രധാനമന്ത്രി ലിസ്റ്റ് വരുമില്ലേ, അത് അന്നേരം ഞങ്ങളുടെ പുള്ളി അവർക്ക് ശരിയാവത്തില്ലെന്ന് പറയും. ഇപ്പൊ ഇനി ഇവർക്കിനി ഏതെങ്കിലും കാലത്ത് പറ്റും. അതുപോലെ ഇതിനകത്തെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഈ പറയുന്ന നിരീശ്വരവാദിയാകുന്നു, അല്ലെങ്കിൽ അതിനെയെല്ലാം സ്പഷ്ടമായിട്ട് എതിർക്കുന്നു. പക്ഷെ ശബരിമലയുടെ വിഷയത്തിൽ ജനത്തിന്റെ കൂടെ എടുത്ത തീരുമാനം ജനത്തിന്റെ താല്പര്യത്തിനനുസൃതമല്ലെന്ന് കണ്ടെത്തുന്നു, CPM കണ്ടെത്തുന്നു. അതിനനുസരിച്ച് ജനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് എൻ്റെ തീരുമാനം ഇതല്ലെങ്കിൽ പോലും അതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഒരു ജനപ്രതിനിധി, ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരുത്തി. ആ കാര്യത്തിൽ എന്തോ ഗോഷ്ഠിയാണെന്നും രാഷ്ട്രീയ ലാഭമാണെങ്കിലും അയാൾ കഴിഞ്ഞ ദിവസം വന്ന് അവിടെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞത് മൊത്തം തിരുത്തി പറഞ്ഞല്ലോ. അയ്യപ്പനെ ഞാൻ അയ്യപ്പൻ എന്ന് പറഞ്ഞല്ലോ, അതാ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്. അപ്പം ആ ഒരു നിലപാട് ഒരുപക്ഷെ NSS ഇത് കൃത്യമായ ഒരു നിലപാടാണ്. അടുത്ത പ്രാവശ്യം 2022 രണ്ടാമത് വേറെ കാര്യമുണ്ട്. അവർ ഈ BJP പുള്ളി അടുപ്പിക്കുന്നില്ല, എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. BJP എത്ര എന്നാലും പുള്ളി അടുപ്പിക്കുന്നില്ല. കോൺഗ്രസ് ആയിരുന്നു പുള്ളിയാണ്. എത്ര നോക്കണൊക്കെ പുള്ളിക്ക് മനസ്സിലായി, എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവത്തില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഇവന്മാർ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു കാരണവശാലും വരത്തില്ല എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, എത്ര പറയുമ്പോഴും ഈ അടുത്ത പ്രാവശ്യം വരുന്ന പാർട്ടിയുടെ കൂടെ നിന്നാൽ പോരെ. അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. മാത്രമല്ല ഇപ്പോൾ BJP-യുടെ ശേഷം അകൽച്ച പാലിച്ചാൽ പോലും ഇതൊരു സമുദായ നേതാവായതുകൊണ്ടും പ്രബല സമുദായ നേതാവായതുകൊണ്ടും അവർ കയറി പണിയാനും ഒന്നും വരത്തില്ല, എന്തായാലും താല്പര്യം അല്ലെങ്കിൽ ഉപദ്രവിക്കാനൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പം അടുത്ത പ്രാവശ്യം പുള്ളിക്കും ചില താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം പിണറായി വിജയനെ പോലുള്ള ഒരാൾ, പിണറായി വിജയൻ മനസ്സിലായിട്ട് വലിയ അടുപ്പത്തില്ല, നമ്മൾ ഈ പറയുന്ന കണക്കല്ല, പരസ്യമായിട്ടല്ലെങ്കിൽ വലിയ അടുപ്പത്തിലാണ്. അത് അയാൾ ഈ സമുദായ നേതാക്കന്മാരായിട്ടും എല്ലാം നല്ലൊരു അടുപ്പത്തിലുള്ള മനുഷ്യൻ. അപ്പോൾ ഇയാളുമായിട്ട് നല്ല അടുപ്പത്തിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പുള്ളിക്ക് മനസ്സിലായി, എന്തിനാ ഇമ്മാതെ നമ്മൾ ഇമ്മാതെ അടുത്ത പ്രാവശ്യം ഉമ്മാർ വരത്തില്ല, ഉമ്മാരെ തൊഴിലനുസരിച്ച് അധികാരത്തിൽ വരത്തില്ല. വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയുള്ള ഒരു പൊളിറ്റിക്സും അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും. അതായത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM കളിച്ച കളി കൃത്യമായിട്ട് നടന്നിരിക്കുന്നത്. അതായത് അവർ കളിച്ച രാഷ്ട്രീയപരമായിട്ട് അവർ കളിച്ച പൊളിറ്റിക്സ്. കഴിഞ്ഞ ദിവസം ആൾ കുറവുണ്ടോ കൂടുതലുണ്ടോ അത് നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റും, അതിൽ ആശ്വസിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അവർക്കതൊന്നുമല്ല വിഷയം. ഇതൊരു മുദ്രാവാക്യമായിരുന്നു, അയ്യപ്പൻ ഞങ്ങളുടേത്, അയ്യപ്പൻ നിങ്ങളുടേത്. മനസ്സിലായില്ലേ? അവർക്കിപ്പോൾ അയ്യപ്പൻ ഞങ്ങളുടേത്, അയ്യപ്പൻ നിങ്ങളുടേതെന്നുള്ളതല്ല. അയ്യപ്പനോട് CPM-ന് എതിർപ്പൊന്നുമില്ല. ഇനി എത്ര പറഞ്ഞാൽ ഇവർക്കിപ്പോൾ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ ആചാര ലംഘനത്തിന് അനുകൂലമല്ലാതെ അല്ലെങ്കിൽ അത് പൊളിക്കാൻ നിന്നു, പെണ്ണുങ്ങളെ കയറ്റാൻ നിന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ അത് അവരിപ്പം മാറ്റി, ആ തീരുമാനം മാറ്റി. നാളെ കാലത്ത് ഇനിയിപ്പം വികസനത്തിന് വേണ്ടിയല്ല, അവർക്ക് ഈ ആചാരം അറിയത്തില്ല, പൂജ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അയ്യപ്പനെതിരൊന്നും അല്ലല്ലോ. CPM-ന് അയ്യപ്പനെതിരാന്ന് പറഞ്ഞ അടുത്ത പ്രാവശ്യം പ്രധാനം നടത്താൻ പറ്റത്തില്ല. അപ്പം അവർക്ക് ആ ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നു, അവർ സാധിച്ചു. മാത്രവുമല്ല, ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ഈ ഒരു വിഷയത്തിന്റെ ഭാഗം നിന്ന് എതിര് പറഞ്ഞവർ മൊത്തം അവർക്ക് അനുകൂലമായി. ഒന്ന് വെള്ളാപ്പള്ളി നേരത്തെയായി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ NSS-ഉമായി. പിന്നെ അടിസ്ഥാന വർഗത്തിന്റെ തൊട്ട് അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. അതിലപ്പുറം മറ്റൊരു കാര്യം സാറ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും, ആ സമുദായത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. സ്വാഭാവികമായി അവർ പറയുന്നത് മാത്രം നടക്കുന്ന രീതിയിലേക്ക് കേരളം ഒരുപക്ഷെ മാറാനും സാധ്യതയില്ലേ? അല്ല, ഉറപ്പായിട്ട് അവർ പറയുന്നത് മാത്രമാണ് ഇത് ഇത്രയും കാലത്തും കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് പോകണം. പറയുന്നത് ശരിയല്ല. സെക്രട്ടേറിയറ്റ് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയൊക്കെ, ഈ ഉമ്മൻചാണ്ടിയെ അങ്ങനെ പറയുന്നത് ശരിയല്ല, ആദ്യകാലത്ത് ഉമ്മൻചാണ്ടിയൊക്കെ പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടാലോ, അത് പക്ഷേ അവിടെ താല്പര്യത്തിന് കന്യാസ്ത്രീകളുടെയും പള്ളിയിലച്ചന്മാരുടെയും ഒരു നിര തന്നെ കാണും അവിടെ. അതുപോലെ മലപ്പുറത്തൊന്നും തലേ തുപ്പി വെച്ച ആൾക്കാർ. കാരണം ഇവർ രണ്ടുപേരുമാണ് ഈ ഭരണത്തിൻ്റെ മൊത്തവും അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് അവർ അത് കുറ്റം നമ്മൾ പറയുന്നില്ല. ബാക്കിയുള്ള എന്തെങ്കിലും നടക്കുന്നത് മുസ്ലിം ലീഗ് ആ ഒരു സമുദായത്തിൻ്റെ, അതായത് അവർക്കറിയാം എന്തെല്ലാം ഒരു സർക്കാരിനെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും, അതവർ സാധിച്ചെടുത്തിരിക്കും. രണ്ടാമത് ക്രിസ്ത്യൻ സമുദായം. അപ്പം ഇത് ഇപ്പം ചർച്ച എന്നുള്ളതേ ഉള്ളൂ. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ ധ്രുവീകരണ രാഷ്ട്രീയത്തിനകത്ത് ഈ പല ആൾക്കാരും ഈ പറയുന്ന ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും മറ്റ് പല പ്ലാറ്റ്ഫോമിലും ഇത് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിയത് വെളി വന്നെന്നുള്ളതേ ഉള്ളൂ. നേരത്തെ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഇത് ചർച്ചയായി. മനസ്സിലാവുന്നുണ്ട്? കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നാൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്കകത്ത് അവരെ ഫേവർ ചെയ്താൽ പണ്ട് നിന്നിട്ടുള്ളത് ഇനിയും അങ്ങനെ നിൽക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴും അവരുടെ നിലനിൽപ്പ് തന്നെ 45% വരെ ന്യൂനപക്ഷത്തിന്റെ ഭൂരിപക്ഷ വോട്ട് മേടിച്ച് ജയിക്കുന്ന പാർട്ടി തന്നെ. കാരണം ക്രിസ്ത്യാനിയുടെയും മുസ്ലിം ലീഗിന്റെ, അതുകൊണ്ടാണ് അവർ ഈ നിലപാട് മാറ്റാത്തത്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാലും SDPA-കാരൻ പറഞ്ഞാലും PFI-കാരൻ പറഞ്ഞാലും ഒക്കെ അത് ശരിയാന്ന് VD സതീശന് പറഞ്ഞു വെക്കത്തുള്ളൂ. അവന്റെ 10 വോട്ട് പോയാൽ തീർന്നു. നമ്മൾ ഈ പറയുന്നത് പോലല്ല, ഇപ്പോൾ 1.5% 2% വോട്ടിനാണ് ജയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ അതെന്തോ ഒരു 2% വോട്ടെന്ന് പറഞ്ഞാൽ എത്ര വോട്ടുണ്ട്? ഒരു ബൂത്തിൽ ഒരു 5 വോട്ട് വീതം മാറിയാൽ മതി. ഒരു ബൂത്തിൽ ഒരു 5 വോട്ട് വീതം കിട്ടിക്കൊണ്ടിരിക്കുന്നതിനകത്ത് മാറ്റം വന്നാൽ
പറയുന്നവർക്ക് എല്ലാ പിക്ചറും അങ്ങ് മാറും. അപ്പം അത് ഇപ്പം സ്പഷ്ടമായിട്ട് വെളി പറയുന്ന ഒരവസ്ഥ. കാരണം ഈ പൊളിറ്റിക്സ് ഈ മുദ്രാവാക്യമാണല്ലോ ഇപ്പം CPM ഏറ്റവും അവസാനം അവർ മുസ്ലിം ലീഗിൻ്റെ കൂടെയും അല്ലെങ്കിൽ PFIക്കാരൻ്റെ കൂടെയും SDPFക്കാരൻ്റെ കൂടെയും ഒക്കെ പോയതാ, അല്ലെങ്കിൽ മുസ്ലിം ഗാസയും മറ്റേതും പാലസ്തീനും ഒക്കെ എടുത്തുകൊണ്ട് ചാടിയതാ. അതുകൊണ്ടൊന്നും പറയാനുമില്ല. ഇപ്പോൾ അവർ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മതേതര പൊളിറ്റിക്സാണ്, അവരുടെ തെറ്റ് കണ്ടാലും ഇവരുടെ തെറ്റ് കണ്ടാലും ഞങ്ങൾ പറയും. പക്ഷേ ഇപ്പം ആരുടെയും തെറ്റൊന്നും വലുതായിട്ട് എടുത്ത് പറയുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നു, നേരത്തെ തെറ്റുകളുടെ കൂമ്പാരമായിരുന്നു ആ പൊളിറ്റിക്സ് തന്നെ ഇന്നലെ സുകുമാരനായാലും പറഞ്ഞു. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. ഇതിനകത്ത് ആദ്യമേ ഈ പറഞ്ഞ പോലെ തന്നെ ചോദിച്ചാൽ ഒരു രാഷ്ട്രീയം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈഴോ മൊത്തം വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, NSS പറഞ്ഞ എല്ലാ പള്ളിയിലച്ചൻ പറഞ്ഞ എല്ലാ ക്രിസ്ത്യാനി വോട്ട് ചെയ്യണം. പക്ഷേ വോട്ട് ചെയ്യണമെന്നില്ലെങ്കിലും NSS ഇത് പറയുമ്പോൾ മറ്റ് സമുദായങ്ങൾക്കകത്തൊരു ചിന്ത വരും. NSS അത് പറഞ്ഞല്ലോ, അപ്പോൾ അടുത്ത പ്രാവശ്യം കോൺഗ്രസിന് പണി കിട്ടും. സോ വെള്ളാപ്പള്ളി പറയുമ്പോൾ NSSനകത്ത് നമുക്ക് അറിയത്തില്ല ഈഴവരെല്ലാം കൂടെ ഈ ഒരു പറച്ചിൽ, കാരണം ആ ഒരു പറച്ചിൽ മാത്രം മതി, വോട്ട് മൊത്തം കിട്ടുന്നതല്ല. ആ പറച്ചിലിനകത്ത് മൊത്തത്തിലൊരു തോന്നലിനൊരു വ്യത്യാസം വരും. അത് പൊളിറ്റിക്സിനകത്ത് വലിയൊരു കാര്യമാണ്, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മളീ പറയുന്ന നമുക്ക് ഇപ്പോൾ എല്ലാവരുടെ പറഞ്ഞ NSSൻ്റെ അയാൾ സെക്രട്ടറി പറയുന്ന നായന്മാർ മൊത്തം കൂടെ അയാൾ പറയുന്നിടത്ത് റൂട്ട് ചെയ്യും, ഒന്നുമല്ല. പക്ഷേ ആ പറച്ചിലിനകത്ത് ഉണ്ടാക്കുന്ന ഒരു തോന്നൽ എപ്പോഴും ഈ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ജയിക്കും, ഇന്ന പാർട്ടി ജയിക്കുമെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങി ആ പാർട്ടിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം അതിനനുസരിച്ച് ഒരു വ്യത്യാസം വരുന്ന 1-2% വോട്ട് കാണും. ആ വോട്ട് വലിയ ഘടകമാണ്, മനസ്സിലാവും.